What is love? Love is a state of a deep, intense feeling. These feelings included caring, understanding, sharing, emotional, pain, happiness, etc. Here we are presented by മാം, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഓഡിയാണിത്. ഹാടാ. ആ അല്ല, നിങ്ങളുടെ ബാച്ചല്ലേ ആ എടുത്തേക്കുന്നത്? അതെ മിസ്സേ. നന്നായി ചെയ്യണം കേട്ടോ. ആരും ഇതുവരെ എടുക്കാത്ത ഒരു തീമാണ്. നല്ല ഫീലുള്ള ഒരു പോയമാണ്. അപ്പോൾ അതിന്റെ ആ ഫീലോടെ തന്നെ നിങ്ങളും പ്രോഗ്രാം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഏത് പോയമാ മിസ്സേ? അത് ഫിച്ചിക്കേറ്റോ എന്ന പോയട്രി എഴുതിയ ജാസന്റീനോ ആൻഡ് ദ ലാസ്റ്റ് വേർഡ്സ് എന്ന ലവ് പോയമാണ് ആ പിള്ളേര് തീമായിട്ട് എടുത്തത്. ആ പോയമിന് എന്താ ഇത്ര പ്രത്യേകത? ഞാനത് കേട്ടിട്ടില്ലല്ലോ മിസ്, അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ? ബട്ട് മിസ്സേ, അത് പറഞ്ഞറിയുന്നതിലും ഫീല് കിട്ടുന്നത് നമ്മൾ സ്വയം വായിച്ചറിയുമ്പോഴാ. ഞാൻ മിസ്സിന് ആ ബുക്ക് തരാം, മിസ് അത് വായിച്ചോളൂ. ദി എൻഡ് ഓഫ് ദി വേൾഡ് വാർ II. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതോടെ ജപ്പാൻ US-ന്റെ മുന്നിൽ മുട്ടുമടക്കി. അങ്ങനെ 1945 സെപ്റ്റംബർ 2 വേൾഡ് വാർ അവസാനിക്കുകയാണുണ്ടായത്. പിന്നീട് ലോകം കടന്നു പോയത് വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമായിരുന്നു. അതിൽ നിന്നും കടന്നു വരാൻ പലരും ശ്രമിച്ചു. അങ്ങനെയാണ് ഡായേഗുവിൽ നിന്നും എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി ബുസാനിലേക്ക് എത്തിയതായിരുന്നു വാലന്റീനോ എന്ന 24-കാരൻ. വാലന്റീനോ ആ തെരുവ് മുഴുവൻ ജോലി അന്വേഷിച്ചലഞ്ഞു. അവന് നന്നായി വിശക്കുന്നുണ്ട്. പക്ഷേ കയ്യിലാകെയുള്ളത് 5-ന്റെ ഒരു തുട്ട് നാണയമായിരുന്നു. അത് വെച്ച് ആരും തനിക്ക് ഭക്ഷണം തരില്ലെന്ന് വാലന്റീനോയ്ക്ക് മനസ്സിലായി. അവൻ വീണ്ടും എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നു. കുറേ ദൂരം നടന്നതിന് ശേഷം അവന് നന്നായി വിശന്നു. തലയെല്ലാം ചുറ്റുന്ന പോലെ, ദേഹമൊക്കെ വിറയാൻ ആരംഭിച്ചു. ചുണ്ടുകളാകെ വറ്റിയുണങ്ങി. ഇനി തനിക്ക് മുൻപോട്ട് നീങ്ങണമെങ്കിൽ വെള്ളമോ ഭക്ഷണമോ തന്നിലേക്ക് എത്തണമെന്ന് വാലന്റീനോ തിരിച്ചറിഞ്ഞു. വീണ്ടും അവൻ്റെ കൈകളിലേക്ക് അവൻ നോക്കി. വെറും 5 രൂപ. വാലന്റീനോ തളർന്നിരുന്നു. മങ്ങിയ കണ്ണിൽ അവനു മുമ്പിൽ ഒരു കട പ്രത്യക്ഷപ്പെട്ടു. മാഗ്നറ്റ്. വാലന്റീനോ വലിഞ്ഞു വലിഞ്ഞ് ആ കടയെ ലക്ഷ്യമാക്കി നടന്നു. അവൻ ആ കടയിൽ കയറി. ആദ്യം തന്നെ വാലന്റീനോയുടെ കണ്ണുകൾ പോയത് മുന്നിൽ നിരത്തി വച്ചിരിക്കുന്ന ഒരുപാട് വിഭവങ്ങളിലേക്കായിരുന്നു. വാലന്റീനോ വിശന്നു കൊതിയോടെ അതിലേക്ക് നോക്കി. അവൻ നോക്കുന്നത് കണ്ട് കുഞ്ഞു കണ്ണുകളാൽ ചിരിയാൽ നിറച്ച ഒരാൾ വാലന്റീനോയുടെ അടുത്തു വന്നു. അയാൾ വാലന്റീനോയോടായി ചോദിച്ചു, സർ, വാട്ട് യു വാണ്ട്? അയാളുടെ ചോദ്യത്തിന് വാലന്റീനോയ്ക്ക് മറുപടി നൽകാൻ പറ്റിയില്ല. ആ 5 രൂപ തൊട്ട് വാലന്റീനോ അവൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അയാളെ തന്നെ നോക്കി നിന്നു. സർ, എന്താ വേണ്ടതെന്ന് പറഞ്ഞിരുന്നേൽ. ഈ പൈസയ്ക്കുള്ളത് തരുമോ? ഈ പൈസയ്ക്ക് മിഠായി പോലും കിട്ടില്ല. സമയം കളയാതെ. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ പറഞ്ഞെങ്കിലും വാലന്റീനോയ്ക്ക് അവിടുന്ന് പോകാൻ തോന്നിയില്ല. വീണ്ടും വാലന്റീനോയുടെ കണ്ണുകൾ ആ നിരത്തി വച്ചിരിക്കുന്ന വിഭവങ്ങളിലേക്ക് മാറി. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ജാസിൽ.
മാഗ്നറ്റ് കടയുടെ മെയിൻ ഷെഫായിരുന്നു ജാസിയൽ. വാലന്റീനോയുടെ പരിങ്ങലിൽ പന്തികേട് തോന്നിയ ജാസിയൽ അവൻ്റെ അടുത്തേക്കായി വന്നു. സർ, can I help you? ജാസിയലിനെ കണ്ടതും വീണ്ടും വാലന്റീനോ ഒന്ന് പതറി. ഉത്തരമില്ലാത്ത മട്ടിൽ നിന്നു. വീണ്ടും ജാസിയൽ തുടർന്നു. എന്താ വേണ്ടത്? ഈ പൈസയ്ക്ക് എനിക്ക് ഫുഡ് തരുമോ? അവൻ്റെ ആ ചോദ്യം ജാസിയലിനെ വല്ലാതെ കൊണ്ടു. ജാസിയൽ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. തരാലോ, ബട്ട് സർ, സർ ഇന്ന് ഇവിടെ പുതിയതായതുകൊണ്ട് ഇന്ന് ഫുഡ് ഫ്രീ ആണ്. അതും പറഞ്ഞ് ജാസിയൽ അടുക്കളയിലേക്ക് പോയി. ഫുഡ് കിട്ടുന്ന സന്തോഷത്തിൽ വാലന്റീനോ ഫുഡിനായി കാത്തിരുന്നു. ഇതേ സമയം അടുക്കളയിൽ വാലന്റീനോയ്ക്കുള്ള ഫുഡ് ജാസിയൽ റെഡിയാക്കി തുടങ്ങി. പത്ത് മിനിറ്റിന് ശേഷം ഫുഡുമായി ജാസിയൽ അവിടേക്ക് വന്നു. വാലന്റീനോയ്ക്ക് ഭക്ഷണം വിളമ്പി. വാലന്റീനോ അത് ആസ്വദിച്ച് കഴിച്ചു. അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് ജാസിയൽ നോക്കി നിന്നു. എന്നാൽ കഴിച്ചു വന്നപ്പോഴായിരുന്നു ഫുഡിന് എരിവ് കൂടുതലായിരുന്നത്. വാലന്റീനോ എരിവ് കൊണ്ട് വെപ്രാളപ്പെട്ടു. ഇത് കണ്ട ജാസിയൽ അവന് വെള്ളം നീട്ടി. അത് വാലന്റീനോ മേടിച്ചു കുടിച്ചു. ഫുഡെല്ലാം കഴിച്ച ശേഷം വാലന്റീനോ ജാസിയലിനെ കണ്ടു. ഭക്ഷണം നന്നായി എന്നതിൻ്റെ സൂചകമായി ഒരു ചിരി വാലന്റീനോ കൊടുത്തു. തുടർന്ന് ജാസിയലിനോട് വാലന്റീനോ ചോദിച്ചു, എനിക്ക് പറ്റിയ പണി ഇവിടെ ഉണ്ടോ? ജോലി? നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. എന്നാ നീ ഇവിടുത്തെ പാത്രമൊക്കെ കഴുകിക്കോ. അപ്പോ എനിക്ക് പൈസ തരുമോ? ഹാ, തരാം. നാളെ രാവിലെ 8 മണി മുതൽ വന്നോ. അവൻ ആ കടയിൽ നിന്നും ഓടിയിറങ്ങി. ലോകം മടക്കി പിടിച്ച അത്രയും സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴായിരുന്നു വഴിക്ക് നിന്നും ഒരു ക്യാമറ കിട്ടിയത്. അവൻ ആ ക്യാമറ എടുത്തു. ചുറ്റുമുള്ള ആരും ആ ക്യാമറയ്ക്ക് അവകാശമാകുന്ന മട്ടിൽ കണ്ടില്ല. വാലന്റീനോ ആ ക്യാമറയും തൂക്കി ചുറ്റുമുള്ളത് ക്യാമറയിൽ പകർത്തി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. പിറ്റേന്ന് കാലത്തെ തന്നെ അവൻ ക്യാമറയും തൂക്കി ജോലിക്കായി ഇറങ്ങി. ജാസിയൽ പറഞ്ഞതിലും നേരത്തെ വാലന്റീനോ കടയിൽ വന്നു. വാലന്റീനോ ജാസിയലിനായി കാത്തുനിന്നു. കുറച്ചു സമയത്തിന് ശേഷം ജാസിയൽ വന്നു. ആഹാ, നേരത്തെ എത്തിയോ? ഈ കയ്യിലെന്താ ഇത്? ഇത് ക്യാമറ. എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. ജാസിയലിന്റെ ഫോട്ടോ എടുക്കട്ടെ? ഹാ, എടുക്ക് നോക്കട്ടെ. വാലന്റീനോ ക്യാമറ തൂക്കി. ജാസിയൽ ആ ക്യാമറയ്ക്ക് പോസ് ചെയ്തു. കുറേ പിക്ചേഴ്സ് അവർ എടുത്തു. കണ്ടോ, ജാസിയലിനെ കാണാൻ എന്ത് ഭംഗിയാ. അത് പറഞ്ഞതും എന്തോ തളച്ചു കയറിയതുപോലത്തെ ഷോക്കടിച്ച പോലെ ജാസിയലിന് തോന്നി. അവൻ വാലന്റീനോയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് വാലന്റീനോയുടെ വയറ്റിൽ നിന്നും
വിശപ്പിൻ്റെ ശബ്ദം പുറപ്പെട്ടത്. അത് കേട്ടതും അയ്യോ എന്ന മട്ടിൽ വാലന്റീനോ ജാസിയലിനെ നോക്കി. ജാസിയൽ അവനെ നോക്കി ചിരിച്ചു. നീ ഇരിക്ക്, ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം. അയ്യോ വേണ്ട, എൻ്റെ കയ്യിൽ പൈസയില്ല. അതിനെന്താ? ഓക്കെ, ഞാൻ നിനക്ക് പൈസ തരാം. നീ ഒരു ഫോട്ടോ എടുത്തതല്ലേ, അപ്പോൾ അതിനിതാ 5 രൂപ. ഈ പൈസയ്ക്ക് എനിക്ക് ഭക്ഷണം കിട്ടുമോ? ഫുഡുണ്ടാക്കാൻ ജാസിയൽ അടുക്കളയിലേക്ക് പോയി. വാലന്റീനോ പുറത്തേക്ക് നോക്കി. ഒരു പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുന്ന കണ്ടു. അതിനെ കൊഞ്ചിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ജാസിയൽ ഫുഡുമായി വന്നു. വാലന്റീനോ ഫുഡ് ആർത്തിയോടെ തന്നെ കഴിച്ചു. ഇപ്രാവശ്യം ആ ഫുഡിനൊരു പ്രത്യേകത വാലന്റീനോയ്ക്ക് തോന്നി. ഇന്നലത്തെ അത്രയും എരിവ് പോലും ഇന്നില്ല. തൻ്റെ അതേ പാകത്തിനാണ് ഇന്ന് ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത്. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ജാസിയലിന് നേരെ വീണ്ടും വാലന്റീനോ ചിരിച്ചു. അവൻ കഴിക്കുന്നതും ആസ്വദിച്ച് ജാസിയൽ അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ജാസിയലിനെ അവനിലേക്ക് കാന്തം പോലെ അടുപ്പിക്കുന്ന പോലെ തോന്നി. അവനെ കണ്ട് മതിമറന്നിരുന്നു കൊണ്ട് വേറൊന്നും തന്നെ ജാസിയൽ ശ്രദ്ധിച്ചില്ല. ആ നിമിഷം കൊണ്ട് വാലന്റീനോ കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഷോപ്പിൽ നല്ല തിരക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ജാസിയൽ അവൻ്റെ പണിയിലേക്കും വാലന്റീനോ അവൻ്റെ പണിയിലേക്കും മുഴുകി. അന്ന് രാത്രി പണി കഴിഞ്ഞതും ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ അവർ പങ്കിട്ട് കഴിച്ചു. ഷോപ്പ് ക്ലോസ്ഡാക്കി വാലന്റീനോയോട് യാത്രയും പറഞ്ഞ് ജാസിയൽ പോയി. അവൻ പോയി മറിയുന്നത് വരെ അവനെ തന്നെ വാലന്റീനോ നോക്കി നിന്നു. അവൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം വളരെ സന്തോഷത്തിൽ വാലന്റീനോ തുള്ളിച്ചാടി തെരുവിലൂടെ നടന്നു. ഈ തിരുവരമാണ് ഇപ്പോഴത്തെ വാലന്റീനോയുടെ താമസ സ്ഥലം. രാത്രിയിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വാലന്റീനോ നടന്നു. നടക്കുന്ന വഴിക്കാണ് പെട്ടെന്ന് ആലോചിച്ചത് അവൻ പകർത്തിയ ജാസിയലിൻ്റെ പിക്ചേഴ്സ്. വാലന്റീനോ അതെടുത്ത് നോക്കി. അവിടെ ഇരുന്ന് ജാസിയലിനെ നോക്കിയിരുന്നു. എന്തോ ആ നോട്ടം അങ്ങ് ആഴത്തിലായെന്ന് മാത്രം. കുറേ നേരത്തിന് ശേഷമാണ് വാലന്റീനോയ്ക്ക് ബോധം വന്നത്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ഒരാൾ കൈ പിടിച്ചു നിർത്തി. ഒരു കൊച്ചു പെൺകുട്ടി. എനിക്ക് വിശക്കണു, കഴിക്കാൻ എന്തേലും തരുമോ? ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം വാലന്റീനോയെ വേദനിപ്പിച്ചു. എന്നിരുന്നാലും ആ കുഞ്ഞിനെ ശമിപ്പിക്കാനുള്ള മാർഗം വാലന്റീനോയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. രാത്രി കഴിക്കാൻ വേണ്ടി ബാക്കി വന്ന ഫുഡിൽ നിന്നും കുറച്ച് വാലന്റീനോ എടുത്തിരുന്നു. അത് വാലന്റീനോ സന്തോഷപൂർവ്വം ആ കുഞ്ഞിനെ നേരെ നീട്ടി. ആ കുഞ്ഞ് അത് കിട്ടിയതും സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ തന്നെ വാലന്റീനോ കിടന്നുറങ്ങി. കൂടെ ആ കുട്ടിയും. പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ കണ്ടില്ല. അവൻ നേരെ അവിടെയുള്ള ഒരു കുളത്തിൽ പോയി കുളിച്ച് അതേ ഷർട്ടും പാൻറ്റും ഇട്ട് തന്നെ വീണ്ടും കടയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ജാസിയൽ വാലന്റീനോയെ നോക്കി നിൽക്കുകയായിരുന്നു. വാലന്റീനോ ഓടി ജാസിയലിന്റെ അടുത്തെത്തി. ഇന്നെന്താ താമസിച്ചോ? ഹാ. നീ എന്താ കുളിച്ചില്ലേ? വന്നപ്പോ തൊട്ടേയുള്ള ഷർട്ട് തന്നെയാണല്ലോ. അത് മാറിയിടാൻ എൻ്റെ കയ്യിൽ വേറെയില്ല. അത് പോട്ടെ, നീ ക്യാമറ തന്നെ, ഇന്ന് നിന്റെ പിക്ചർ ഞാൻ എടുക്കാം. അത് കേട്ടതും വാലന്റീനോ സന്തോഷിച്ചു. ക്യാമറ അവന് കൊടുത്തു. ഇന്ന് ജാസിയലിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വാലന്റീനോ പോസ് ചെയ്തു. കുറേ പിക്ചേഴ്സ് അവരെടുത്തു. അവർ അത് നോക്കി നിന്നു. വീണ്ടും അതുപോലെ ദിവസം പോയി. അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വാലന്റീനോ കുറച്ചേറെ ഫുഡ് കയ്യിൽ കരുതി. ജാസിയലിനോട്
യാത്രയും പറഞ്ഞ് വീണ്ടും അവൻ നടന്നു. ഇന്നലെ കണ്ട പോലെ തന്നെ ആ കൊച്ചു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് നേരെ അവൻ ഫുഡ് നീട്ടി. അവർ അത് കഴിച്ച് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ വീണ്ടും കുളിച്ച് അതേ ഷർട്ടും പാൻറ്റും ഇട്ട് തന്നെ വാലന്റീനോ കടയിലേക്ക് പോയി. എന്നത്തേം പോലെ ജാസിൽ അവിടെ ഉണ്ടായിരുന്നു. ജാസിയലിൻ്റെ കയ്യിൽ ഒരു വലിയ കൂടുമുണ്ടായിരുന്നു. ഇന്ന് ഞാനാണല്ലോ ആദ്യം വന്നേ. ദാ ഇത് നിനക്കാ. ഇത് എന്താ? ദാ ഇത് നിനക്കാ. ഇതിൽ കുറച്ച് ഷർട്ട്സും പാൻസും ഒക്കെയാ. പിന്നെ നിനക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും ഉണ്ട്. ഏകദേശം ഒരു സൈസ് വെച്ച് വാങ്ങിയതാ. നിനക്ക് പാകാവൂ എന്നാ തോന്നുന്നേ. അവൻ ആ പറഞ്ഞത് വാലന്റീനോയ്ക്ക് ഒരു നിമിഷം നാണവും അതേസമയം നല്ല സന്തോഷവുമായി. അവൻ അത് വാങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ജാസിയിലും വാലന്റീനയും നല്ല കൂട്ടുകാരായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജാസിയിലും വാലന്റീനയും നന്നായി ഡ്രിങ്ക്സ് കുടിച്ചിരിക്കുകയായിരുന്നു. സമയം കൃത്യം 12 മണിയായി. അത് കണ്ടതും ജാസിയിൽ, യാ മൈ ബർത്ത്ഡേ. ബർത്ത്ഡേ? ഓ വാവ്, ഹാപ്പി ബർത്ത്ഡേ ജാസു. ഈ ബർത്ത്ഡേ അവസരത്തിൽ എന്താണ് പിറന്നാളുകാരന് പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനുള്ളത്. നിന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ് ഏതാ? ഒരിക്കലും മറക്കാത്ത എന്നാൽ ഒത്തിരി സന്തോഷം നൽകിയ മൊമെന്റ്. അത് എന്താണെന്നോ? അന്ന് ഞാനിവിടെ വന്ന് ഫുഡ് ചോദിച്ചില്ലേ, അന്നാണ്. അന്ന് ജാസിയിൽ എന്നോട് ഫുഡ് ഫ്രീ ആയി തരാമെന്ന് പറഞ്ഞില്ലേ, അന്ന്. ആ നിമിഷം, അന്നാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഇനിയും എൻ്റെ പ്രാർത്ഥന അതാണ്. വിശപ്പ് എന്താണെന്നറിയാതെ ഒരു ദിവസം കഴിയണം. വിശപ്പാണ് മറ്റെന്തിനേക്കാളും നമ്മുടെ ഏറ്റവും വലിയ വേദന. നിനക്ക് ഏത് നിമിഷമാണ് സന്തോഷമുണ്ടാക്കിയത്? എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു നിമിഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫയർ വർക്സ് ഒക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സമയത്ത് എൻ്റെ കണ്ണിനും മനസ്സിനും ഒക്കെ വല്ലാത്തൊരു സന്തോഷം. അയ്യോ ജാസു, ഇപ്പോൾ സമയം എത്രയേ? 12:05. അയ്യോ നീങ്ങ വന്നേ. വാലന്റീനോ ജാസിയലിൻ്റെ കൈയും പിടിച്ച് എങ്ങോട്ടോ ഓടി. അവർ അവസാനം എത്തിയത് ഒരു വലിയ കുന്നിൻ്റെ മേലെയായിരുന്നു. 2 പേർക്കും നല്ല കിതപ്പുണ്ടായിരുന്നു. എന്താടാ? അതുണ്ടല്ലോ ദോ. അവൻ അത് പറഞ്ഞു തീരുന്നതും ആ മലമുകളിൽ എവിടുന്നോ പൊട്ടി വീണെന്ന പോലെ ഫയർ വർക്സ് ആരംഭിച്ചു. ജാസുവും വാലന്റീനോയും അതിൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു. 2 പേരും നല്ല സന്തോഷത്തിൽ അത് നോക്കി നിന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ജാസുവിന് ഒത്തിരി സന്തോഷമായി. അവൻ ആ ആഹ്ലാദത്തിൽ എന്നോണം വാലന്റീനോയെ ചേർത്ത് പിടിച്ചു. വാലന്റീനോ ആകെ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. പെട്ടെന്ന് ബോധം വന്നപ്പോഴേക്കും ജാസിയിൽ തിരിച്ചറിഞ്ഞു. അയ്യോ വാലന്റീനോ, സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. അത് സാരമില്ല. ഇത് എനിക്കിഷ്ടമായി. നീ എന്താ ഉദ്ദേശിച്ചേ? അത് എനിക്കറിയില്ല. നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. നീ എൻ്റെ അടുത്ത് വരുമ്പോൾ, എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ, അപ്പോഴേക്കും എൻ്റെ ഹാർട്ട് ബീറ്റ് ഞാൻ പോലും അറിയാതെ എങ്ങോട്ട് ഓടിപ്പോകും. എനിക്കറിയില്ല അതെന്താണെന്ന്. എല്ലാ രാത്രിയിലും ഞാൻ നിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കും. നിന്നെ കാണാതെ എനിക്ക് പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് ഫീലിങ്സ് ആണെന്നും എനിക്കറിയില്ല. പക്ഷേ നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറന്ന് ചുറ്റുമുള്ളതും മറന്നു പോകുക. അറിയാം, എനിക്കിത് നിന്നോട് പറയാൻ അർഹതയില്ലെന്ന്. സോറി ജാസു. ജാസിൽ ആകെ കരഞ്ഞിരിക്കുമായിരുന്നു എല്ലാം കേട്ടതും. വാലന്റീനോ, will you be my boyfriend? അവൻ ഓടി വന്ന് ജാസിലിനെ കെട്ടിപ്പിടിച്ചു. അവിടെ ആ സന്തോഷമെന്നോണം വീണ്ടും ഫയർ വർക്സ് ആരംഭിച്ചു. വാലന്റീനോ, എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായതും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായ നിമിഷം ഇതാണ്. ഈവൻ ഇഫ് ഐ ഡൈ, ദിസ് മൊമെന്റ് വിൽ
really minding me. പിന്നീട് അവരുടെ ദിവസങ്ങളായിരുന്നു. അവർ കളിച്ചും ചിരിച്ചും ഭക്ഷണം പങ്കിട്ടും തമാശകൾ പറഞ്ഞും ഇരുവരും അവരുടെ പ്രണയത്തെ മനോഹരമാക്കി. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. എന്ത് ഭംഗിയാ ഈ വീട് കാണാൻ. ഇനി മുതൽ നീ ഇവിടെയല്ലേ, അപ്പോൾ ഇനി നീ വേണം ഈ ഫ്ലവേഴ്സും ഈ വീടും ഒക്കെ നോക്കി നടത്താൻ. ജാസിയലിൻ്റെ മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞ ആ ഗാർഡന് മുന്നിൽ ഇരിക്കുമായിരുന്നു അവർ. വാലന്റീനോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഞാൻ മരിച്ചെന്നറിഞ്ഞ നീ എനിക്ക് വേണ്ടി കരയോ? പോ അവിടുന്ന്. ഇമ്മാതിരി ചോദ്യമാണോ ചോദിക്കുന്നേ? ജസ്റ്റ് അറിയാൻ വേണ്ടിയാ. പറ, നീ കരയോ എനിക്ക് വേണ്ടി? പിന്നില്ലാതെ. നീ ഇല്ലെന്നറിഞ്ഞാൽ ഞാൻ പാതി തളരും. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് വേണ്ടി കരഞ്ഞില്ലേ പിന്നെ ആർക്ക് വേണ്ടിയാ എൻ്റെ കണ്ണുനീർ നിറക്കേണ്ടത്? എന്നാ നീ എനിക്ക് വേണ്ടി കരയരുത്. നീ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എനിക്ക് തരുന്ന പ്രോമിസ് ആവണം. അതുപോലെ നീ എനിക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് വേണ്ടി നീ ജീവിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയുന്നേ. അതുകൊണ്ട് എന്നെ നീ സന്തോഷിപ്പിക്കില്ലേ? ഗുഡ് ബോയ്. അതുപോലെ നിന്റെ അവസാന ശ്വാസവും എൻ്റെ അടുത്തായിരിക്കണം. നീ എൻ്റെ കൂടെയുള്ളതാ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നേ. ജാസു, പോകണോ ഞാൻ? പിന്നെ പോവാതെ കഷ്ടപ്പെട്ട് നിനക്ക് ഞാൻ അവിടെ ഒരു ജോലി ശരിയാക്കിയതല്ലേ. മിസ് യു. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ ചിക്ക, നിന്നെ കാണാൻ ഞാൻ എല്ലാ വീക്കും വരും. അപ്പൊ എല്ലാ സങ്കടവും നമുക്ക് പറഞ്ഞു തീർക്കാം. ഇപ്പൊ എന്റെ ചെക്കൻ പോവാൻ നോക്ക്. അങ്ങനെ വാലന്റീനോയ്ക്ക് പോകേണ്ട ട്രെയിൻ വന്നു. അവൻ അതിൽ കയറി. അവർ പരസ്പരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയുമായി തമ്മിൽ യുദ്ധമുളവായി. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നോർത്ത് കൊറിയൻ അധീനതയിലുള്ള എല്ലാ കടകളും ആളുകളെയും അവർ ചുട്ടെരിച്ചു. വേൾഡ് വാറിൻ്റെ അത്രയും പ്രശ്നമുണ്ടായില്ലെങ്കിൽ കൂടെ ഇവരുടെ യുദ്ധം തുടർന്നിരുന്നു. ഇരുവിഭാഗവുമുള്ള ആളുകളെ എല്ലാം കൊന്നൊടുക്കി, പകുതിയും മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് ജാസിയിൽ താമസിച്ചിരുന്ന സ്ഥലത്തെ അവർ വേട്ടയാടുന്നത്. അവരുടെ ബോംബിൻ്റെ ശക്തിയാൽ ഓരോ സ്ഥലങ്ങളും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ജാസിയിലും കത്തിയെരിഞ്ഞു. കുറച്ചു മാസത്തിനു ശേഷം ഈ അവസ്ഥയെല്ലാം മാറി വീണ്ടും പഴയതുപോലെയായി. തൻ്റെ പ്രാണനെ കാണാൻ ദൂരെ നിന്നും വാലന്റീനോ ഓടിയെത്തി. എന്നാൽ അവനെ ഞെട്ടിച്ചത് ജാസിയലിൻ്റെ വീടിരുന്ന ആ ഭാഗമാകെ ഫുൾ കത്തിയെരിഞ്ഞു. അവനുറപ്പായി ജാസിയലും അതിലെരിഞ്ഞമർന്നെന്ന്. വാലന്റീനോ തൻ്റെ പ്രാണന്റെ അടുത്ത് തന്നെ ഇരുന്നു, ആകെ നിശ്ചലമായി. ജാസ്, ഇല്ല, ഞാൻ നിന്നെ വിട്ടു പോകില്ല. നീ പറഞ്ഞ പോലെ നിന്റെ അടുത്താണ് എൻ്റെ അവസാന ശ്വാസം. നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. എൻ്റെ കൂടെ ഞാനുണ്ട്. കരയില്ല. നിനക്ക് കൂട്ടായി എന്നും എപ്പോഴും നിന്റെ പ്രാണനായി നിനക്ക് വേണ്ടി എൻ്റെ അടുത്ത് ഞാൻ ജീവിക്കുന്നുണ്ട്. I'm yours. I'm my life. I'm my last breath. Heart for you. If I die, this moment will remind me.
കത്തിയെരിഞ്ഞ് മണ്ണിൽ കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴും അവൻ ആ കിടപ്പ് തന്നെയായിരുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ വാലന്റീനോ കിടന്നു. അത് മാസങ്ങളായി. ആ കിടപ്പ് അങ്ങനെ തന്നെയായി. വാലന്റീനോ മണ്ണിലലിഞ്ഞു. അസ്ഥിക്കൂടം മാത്രമായി മണ്ണിലലിഞ്ഞു. ആ മണ്ണിൽ നിന്നും ഇപ്പോഴും ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു. വാലന്റീനയുടെയും ജാസിലിൻ്റെയും കഥ അവസാനിക്കുന്നില്ല. They are live in their new world. No wall, no boundaries.